മഴ കാര്യമായിട്ട് പെയ്യുന്നത് വരെയേ ഉള്ളൂ എൻ്റെ ടെറസിലെ കൃഷി. കാര്യം വേറൊന്നുമല്ല, നല്ല വെള്ള പെയിൻ്റ് അടിച്ചിരിക്കുന്ന ടെറസാണ്. അപ്പോൾ മഴ പെയ്ത് ചളി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നിർത്തേണ്ടി വരും. അതായത് ഇതൊക്കെ വേസ്റ്റ് മെറ്റീരിയലുള്ള കൃഷിയാണ്. പെയിൻറ്റ് വാട്ട, പഴയ ബക്കറ്റ്. അപ്പോൾ അതൊന്നും ദ്വാരടാതെ വെച്ചിരിക്കണേ. എന്താണെന്ന് വെച്ചാൽ വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോൾ ചളിവെള്ളം ടെറസിലേക്ക് ഒലിക്കാതിരിക്കാൻ, എന്നാലേ അത് ശരിയാവുള്ളൂ. പിന്നെ പൈപ്പ് കണ്ടില്ലേ, പഴയ വേസ്റ്റ് വയറിങ് പൈപ്പാണ് വെച്ചിരിക്കുന്നത് പയർ വളരാൻ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുള്ള കൃഷിയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ കിട്ടുന്ന വിളവുകളൊക്കെ ആവാം. മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ പാത്രങ്ങളിലൊക്കെ വെള്ളം കയറും. വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറയത്താ വെച്ചിരിക്കണേ, എന്നാലും വെള്ളം പാറലടിക്കും. വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടിയൊക്കെ ചീഞ്ഞു പോകും. ഇതും അതുപോലെ തന്നെ മിക്കവാറും വേസ്റ്റ് തന്നെയാണ്. അതായത് പാഴ്വസ്തുക്കളാണ്. പഴയ കർട്ടൻ റോഡ്, ഇതിൽ ഒരു ചെടിച്ചട്ടി ഉണ്ട് കേട്ടോ. അത് താഴ്ന്ന് ചെടിച്ചട്ടി പൊക്കിക്കൊണ്ടുവന്നതാണ്. ആ ചെടിച്ചട്ടിയുടെ അടിയിൽ അത് ദ്വാരമുള്ള ചെടിച്ചട്ടി തന്നെയാണ്. വേറൊരു പെയിൻറ്റ് വാട്ടേരെ മൂടി അതിൻ്റെ അടിയിൽ വെച്ചിരിക്കുകയാണ്, വെള്ളം ടെറസിലേക്ക് ഒലിക്കാതിരിക്കുക. എന്നിട്ടും കുറച്ച് വെള്ളം ഒലിച്ച പാട് കാണാമല്ലോ. ആ പാട് കാണുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാവില്ല വെള്ള പെയിൻ്റ് അടിച്ച ടെറസിൽ. അപ്പോൾ പിന്നെ മധുരക്കിഴങ്ങ് തിരക്കില്ലാതെ വളരുന്നുണ്ട്. ഇപ്പോൾ ഇത്തവണ ഞാൻ പറഞ്ഞല്ലോ മുകളിലേക്ക് പടർത്തുന്ന പരിപാടിയാണ്. നേരത്തെ ആ വലിയ പൈപ്പാണ് വെച്ചിരുന്നത്, അതിപ്പോൾ പയറിനെടുത്ത് കൊടുത്തു. കാരണം ഇത് അധികം ഉയരത്തിലേക്ക് പടരുന്നില്ല, സൈഡ് ബ്രാഞ്ചസ് വരികയാണ്. ശിഖരങ്ങൾ വന്ന് സൈഡിലേക്ക് വളർന്നു പോകുന്നതുകൊണ്ട് നീളമുള്ള പൈപ്പ് വെച്ചിട്ട് ഉപയോഗമില്ല. അപ്പോൾ പിന്നെ അത് മാറ്റി പയറിന് വെച്ച് കൊടുത്തു. പയർ നല്ലോണം മുകളിലേക്ക് പടരുമല്ലോ. പക്ഷേ കയ്യെത്തുന്ന ഉയരത്തിൻ്റെ മുകളിലെത്തിയപ്പോൾ പിന്നെ ഞാൻ കൂമ്പ് നുള്ളി. പിന്നെ അങ്ങോട്ട് പടർന്നാൽ പയർ പറിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. കയ്യെത്തുന്ന ഉയരത്തിലെത്തിക്കഴിഞ്ഞാൽ മാക്സിമം എത്തിയാൽ കൂമ്പ് നുള്ളും. അപ്പോൾ സൈഡിൽ ശിഖരങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒപ്പിക്കാൻ പറ്റും.